ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ വിജയിച്ച ആളുകൾ അവരുടെ പാഷൻ കണ്ടെത്തി എങ്ങനെ ഡെസ്റ്റിനിയിലെത്താം എന്നതാണ് ഈ വീഡിയോകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പാഷൻ കണ്ടെത്താനുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണേണ്ടതാണ്. ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ഒരു സ്വഭാവമായ കോപ്പിങ് അല്ലെങ്കിൽ ഇമിറ്റേഷനെ കുറിച്ചാണ്. നാം അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലം മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. അത് ചിലപ്പോൾ ഈച്ച കോപ്പി ആയിരിക്കാം. ആ കോപ്പിയിങ്ങിൻ്റെ പോസിറ്റീവ് വശം ഉൾക്കൊണ്ട് ഇമിറ്റേഷൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഏത് വഴിയിലെത്തിയോ അതേ വഴിയിൽ തന്നെ അവരെ കോപ്പി അടിച്ചാൽ നമ്മൾ എത്തുമുള്ളൂ എന്ന കാര്യം മറക്കരുത്. ഒരു സംഭവം സൂചിപ്പിക്കുകയാണ്. ഒരു ടൗണിൽ ഒരു പബ്ലിക് ക്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തുള്ള ഒരു കടക്കാരൻ എന്നും ഒരാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അയാള് തൻ്റെ അടുത്തുള്ള കടയുടെ അടുത്തുള്ള പബ്ലിക് ക്ലോക്കിൻ്റെ അടുത്ത് എന്നും ഒരു പ്രത്യേക സമയം വന്ന് നിൽക്കാറുണ്ട്. എന്തൊക്കെ കാണിച്ച് അയാൾ എന്നും മടങ്ങും. ഇങ്ങനെ സ്ഥിരം സ്വഭാവമായപ്പോൾ ഈ കടക്കാരൻ അയാളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ കടക്കാരൻ പറയുകയാണ്, ഞാൻ അടുത്ത കമ്പനിയിലെ സൈറൺ മുഴക്കുന്ന ആളാണ്. എൻ്റെ ഡ്യൂട്ടി സൈറൺ മുഴക്കുകയാണ്. ഈ സൈറൺ കേട്ടിട്ടാണ് ആളുകൾ ജോലിക്ക് കയറുന്നതും ഷിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നതും. ഞാനെൻ്റെ വാച്ച് സമയം തെറ്റാണ്. എന്നും ഇവിടെ വന്ന് ഈ ക്ലോക്ക് നോക്കി എൻ്റെ വാച്ചിലെ സമയം ക്രമപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ ജോലി നിർവഹിക്കാറ്. ഇത് നോക്കിയാണ് ഞാൻ അലാറം മുഴക്കുന്നത് അല്ലെങ്കിൽ സൈറൺ മുഴക്കുന്നത്. അപ്പോൾ ഈ കടക്കാരൻ പറയുകയാണ്, ഞാൻ ഈ ക്ലോക്ക് തെറ്റാണ്. ഈ ക്ലോക്ക് ഞാൻ ശരിയാക്കി വെക്കൽ നിങ്ങൾ സൈറൺ മുഴക്കുമ്പോഴാണ്. ഈ കഥയുടെ പാഠം എന്ന് ചിന്തിക്കുക. വെറുതെ ഇമിറ്റേഷൻ ചെയ്യുകയാണ്. നമ്മൾ നാടൻ ഭാഷ ഈച്ച കോപ്പി. ഇത്തരം കോപ്പിയടി ജീവിതത്തിൽ അല്ലെങ്കിൽ ഇമിറ്റേഷൻ നല്ലതാണ്. പക്ഷേ ഇമിറ്റേഷന് മുമ്പ് ഇമിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ എവിടെയാണോ എത്തിയത് അല്ലെങ്കിൽ അവർ ഏത് തെറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് തന്നെ നാമും തുടർന്നും ചെയ്യേണ്ടി വരും. ഇതാണ് ഈ സംഭവത്തിലെ ലെസണായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇമിറ്റേഷൻ ഈസ് ഗുഡ്, ബട്ട് ബിഫോർ ഇമിറ്റേഷൻ യു ഹാവ് ചെക്ക് ഇറ്റ് വെദർ ഇറ്റ് ഈസ് റിലയബിൾ ടു ഇമിറ്റേറ്റ്. അത് ഇമിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്നും നോക്കാതെ പരീക്ഷയ്ക്ക് ഈച്ചക്കോപ്പി അടിക്കുന്ന പോലെ കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റം. എങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്താൻ പറ്റുകയുള്ളൂ. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഓൾ.